അർദം വഹീദ, ഉരാക്കൂരിരുട്ടിൽ ഒന്ന് എഴുന്നേൽക്കാൻ സൗകര്യമില്ല. ഉരവേദനയുണ്ടെങ്കിൽ ഒന്ന് നിവർന്നിരിക്കാൻ സൗകര്യമില്ല. പേടി വന്നാൽ വിളിക്കാൻ കഴിയൂല, വിളിച്ചാൽ ആരും വരൂല. ആ ഖബർ കേട്ട് കരഞ്ഞവരല്ലേ മുൻഗാമികൾ മുഴുവനും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖബർ കാണുമ്പോ കരഞ്ഞ് കരഞ്ഞ് താടിയിലൂടെ വുളൂ എടുത്ത് വെള്ളം ഒലിക്കുന്നത് പോലെ കണ്ണുനീർ ഒലിച്ചിരുന്നു എന്ന് കണ്ടിട്ടില്ലേ? നിങ്ങൾ നരകത്തെ കുറിച്ച് മുത്തുനബി പറയുമ്പോ ഇത്ര കരഞ്ഞത് കണ്ടിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഖബർ കാണുമ്പോ ഇത്ര കരയുന്നതെന്ന് ചോദിച്ചപ്പോ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അതിന് കാരണം മുത്തുനബി പറഞ്ഞ വാക്കാണ്, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മരണശേഷമുള്ള ഒന്നാമത്തെ വീട് ഖബറാണ്. വമൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു. ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള വീടുകളെല്ലാം വളരെ സന്തോഷമാണ്. രക്ഷ കിട്ടിയില്ലെങ്കിൽ പിന്നെയുള്ളതെല്ലാം പ്രയാസമാണ്. ഈ ഉസ്മാന്റെ ഖബർ രക്ഷപ്പെടുമോ എന്ന് ചിന്തിച്ച് കരഞ്ഞതാണ്. ആരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗം കൊണ്ട് സന്തോഷം അറിയിച്ച നേതാവാണ്. ആ സ്വർഗ്ഗം കൊണ്ട് സന്തോഷം കിട്ടിയ മഹാന്മാര് പോലും ഖബർ കണ്ട് കരഞ്ഞവരാണ്.